ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ 8ലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. കെമിസ്ട്രിയുടെ ചാപ്റ്ററിൻ്റെ പേര് സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽ ആൻഡ് പോളിമർ. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽ ആൻഡ് പോളിമർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഡെയിലി ലൈഫിൽ പോളിമർ ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് നിലവിൽ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടെ നമ്മൾ എന്ത് ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മളൊരു കടയിൽ നിന്നും മേടിച്ചു കഴിഞ്ഞാൽ അവരതൊരു കവറിലാക്കുന്നത് നമുക്ക് ക്യാരി അത് കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വാട്ടർ കണക്ഷൻ എങ്ങനെയായിരിക്കാം? PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലും പോളിമേഴ്സ് യൂസ് ചെയ്യാത്ത ഒരു ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ് നിലവിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽ, അതായത് ക്ലോത്തിങ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ടീഷർട്ട് ഉൾപ്പെടെ എല്ലാം സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽസിനെ കുറിച്ചും അതുപോലെ തന്നെ പോളിമേഴ്സിനെ കുറിച്ചുമൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇതെന്താണ്, എന്ത് സാധനങ്ങളാണ് നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന നമ്മുടെ ബാഗ് ഉൾപ്പെടെ എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററാണ് സിന്തറ്റിക് ക്ലോത്തിങ് മെറ്റീരിയൽ ആൻഡ് പോളിമർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് എ പോളിമർ? എന്താണ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു ഹൈ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് റിപ്പീറ്റഡ് ജോയിനിങ് യൂണിറ്റ്സ്. ദീസ് ഹൈ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ repeated joining of smaller units. Okay, that high molecular weight compounds are called polymers. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്യാരി ബാഗ്, പോളിത്തീൻ ക്യാരി ബാഗ് നമ്മൾ പറയുന്നത്. ഈ പോളിത്തീൻ ക്യാരി ബാഗ് എന്ന് പറയുമ്പോൾ പോളിത്തീൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്, അതായത് ഈഥീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പോളിമറൈസ് ചെയ്തപ്പോൾ നമുക്ക് പോളിത്തീൻ കിട്ടിയത്. അതായത് ഈഥീൻ ഇതാണ് CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് ഈഥീൻ. ഓക്കെ, ഇത് N മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? പോളിമറൈസ് ചെയ്തു. പോളിമറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി CH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ്. ഇതാണ് എന്തെന്ന് പറഞ്ഞേ? പോളി ഈഥീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈഥീൻ. ഓക്കെ, അപ്പോൾ ഇത് പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ റിപ്പീറ്റഡ് സ്മോളർ യൂണിറ്റ്സ് നമുക്കെന്ത് വിളിക്കാം? അതിനെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിച്ച ടൈം പോളിമർ. പോളിമേഴ്സ് ആർ ഹൈ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ റിപ്പീറ്റഡ് ജോയിനിങ് ഓഫ് സ്മോളർ യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈമാണ് മോണോമർ. ഇങ്ങനെ മോണോമേഴ്സ് പോളിമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈംസ് സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചു. വാട്ട് ഈസ് എ പോളിമർ, വാട്ട് ഈസ് എ മോണോമർ ആൻഡ് വാട്ട് ഈസ് പോളിമറൈസേഷൻ. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് പോളിമർ? എന്തായിരിക്കാം പോളിമർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പോളി ആൻഡ് മർ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് പെട്ടെന്ന് മീനിങ് കിട്ടി കാണുമായിരിക്കും. അതായത് പോളി മീൻസ് മെനി, മർ മീൻസ് യൂണിറ്റ്. അപ്പോൾ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? മെനി യൂണിറ്റ്സ് ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ഹൈ മോളിക്കുലാർ വെയ്റ്റ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പോളിമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരായിരിക്കാം മോണോമർ? മർ. മോണോ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ. ഓക്കെ, മർ യൂണിറ്റ് തന്നെ. അപ്പോൾ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പറയുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുക. പോളിമർ മീൻസ് മെനി യൂണിറ്റ്സ് ആൻഡ് മോണോമർ ഈസ് എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ആ സിംഗിൾ യൂണിറ്റ്സ് ഉള്ള ആ ചെറിയ യൂണിറ്റുകൾ ഒരുപാടെണ്ണം വന്ന് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു പോളിമർ ഫോം ചെയ്യുന്നത്. അത് 100 ഓർ മോർ ദാൻ 100 മോണോമേഴ്സ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു പോളിമർ കിട്ടുക. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന 3 ടൈംസാണ്. വാട്ട് ഈസ് എ പോളിമർ, വാട്ട് ഈസ് മോണോമർ ആൻഡ് വാട്ട് ഈസ് പോളിമറൈസേഷൻ. Polymer is high molecular weight compounds formed by repeated joining of smaller units. That smaller units are called monomers. And the conversion of monomers to polymers, that process is called polymerization. Okay, അപ്പോൾ what is a polymer and what is polymerization? ഈ എക്സാമ്പിളോട് നോർത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരി ബാഗ്, പോളിത്തീൻ ക്യാരി ബാഗ്. അപ്പോൾ അതിൻ്റെ മോണോമർ എന്ന് പറഞ്ഞ ഈഥീനാണ്. അതിനെ പോളിമറൈസ് ചെയ്തു. N മോളിക്യൂൾസ് മോണോമർ ജോയിൻ ചെയ്തപ്പോൾ അവിടെ എന്ത് കിട്ടി?
പോളിമർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം പോളിമറിൻ്റെ ഇക്വേഷൻ. N മോണോമേഴ്സ് പോളിമറൈസേഷൻ. അപ്പോൾ എന്തുണ്ടാവും? മോണോമേഴ്സ് N ടൈപ്സ് ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ പോളിമേഴ്സ് ഒന്ന് ക്ലാസിഫൈ ചെയ്താലോ? അടുത്ത ടൈപ്സ് ഓഫ് പോളിമേഴ്സ്. ഈ പോളിമേഴ്സ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ ബേസിൽ നിന്നുള്ള ക്ലാസിഫിക്കേഷനാണ്. സോഴ്സ് അല്ലെങ്കിൽ ഒക്കറൻസ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഒന്നാമത്തേതാണ് നാച്ചുറൽ, രണ്ടാമത്തേതാണ് സിന്തറ്റിക്, മൂന്നാമത്തേത് സെമി സിന്തറ്റിക്. അപ്പോൾ ഫസ്റ്റ് വൺ നാച്ചുറൽ പോളിമേഴ്സ്. ദാറ്റ് പ്രസൻറ്റ് ഇൻ നേച്ചർ, അതായത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന പോളിമേഴ്സാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാന്റ്സിലും ആനിമൽസിലും പ്രസൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കാം? എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് സെല്ലുലോസ്, ഇതൊക്കെ പ്ലാന്റ്സിലാണുള്ളത്. പിന്നെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കാം? നാച്ചുറൽ റബ്ബർ. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ മെയിനായിട്ടുള്ള ഒരു പോളിമറാണ്, കളക്റ്റഡ് ഫ്രം റബ്ബർ പ്ലാന്റ്സ്, നാച്ചുറൽ റബ്ബർ. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഉൾപ്പെടെ ഓട്ടോമൊബൈൽ ടയർ ഉൾപ്പെടെ എല്ലാ മെറ്റീരിയൽസും റബ്ബർ മെറ്റീരിയൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നാച്ചുറൽ റബ്ബറിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള റബ്ബർ പ്ലാന്റിൽ നിന്നും ലാറ്റക്സ് കളക്ട് ചെയ്യുന്നു, അതിനെ ഡ്രൈ ചെയ്തിട്ടാണ് നമുക്ക് നാച്ചുറൽ റബ്ബർ ലഭിക്കുക. ഓക്കെ, ആ പ്രോസസ്സുകളൊക്കെ നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും വീട്ടിലൊന്നും റബ്ബർ ഉണ്ടാകണമെന്നില്ല, എങ്കിലും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണ കാണുന്ന ഒരു കൃഷി രീതിയാണ് റബ്ബർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോളിമറാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, നാച്ചുറൽ റബ്ബർ, ഇതൊക്കെ നമുക്ക് ഏതിൽ പെടുത്താൻ സാധിക്കും? നാച്ചുറൽ പോളിമറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാച്ചുറൽ പോളിമർ എന്താണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി രണ്ടാമത്തേത് ഏതായിരിക്കാം? സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് പറഞ്ഞാൽ മാൻമെയ്ഡ്, ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്കിത് കിട്ടുക സിന്തറ്റിക് പോളിമേഴ്സാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സിന്തറ്റിക് പോളിമേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പോളിമേഴ്സിൽ മെജോറിറ്റിയും എന്താണ്? സിന്തറ്റിക് പോളിമേഴ്സ് തന്നെ. സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും, പോളി വിനൈൽ ക്ലോറൈഡ്. അതുപോലെ പോളിപ്രൊപ്പിലിൻ, PP, പോളിപ്രൊപ്പിലിൻ. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ അതായിരിക്കാം ബേക്കലൈറ്റ്. അതായത് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് സ്വിച്ചൊക്കെ ഇല്ല, സ്വിച്ച് അതുപോലെ പ്ലഗ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അതായിരിക്കാം ടെഫ്ലോൺ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള നോൺ സ്റ്റിക്ക് കുക്ക്വേഴ്സ് ഇല്ലേ, പാനുകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിലെ കോട്ടിംഗ് എന്ന് പറയുന്ന ടെഫ്ലോണാണ്. നിങ്ങൾ ആ പാനിൻ്റെ ബാക്കിലൊന്ന് നോക്കിയാൽ മതി, അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും, ടെഫ്ലോൺ കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെഫ്ലോൺ എന്ന് പറയുന്നത് എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെഫ്ലോൺ ഇസ് എ സിന്തറ്റിക് പോളിമർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം സിന്തറ്റിക് പോളിമേഴ്സ് പറയാൻ സാധിക്കും. അപ്പോൾ പോളി വിനൈൽ ക്ലോറൈഡ്, പോളിഈഥീൻ, പോളിപ്രൊപ്പിലിൻ, അതുപോലെ തെർമോക്കോൾ, പോളിസ്റ്റൈറീനാണ്. തെർമോക്കോൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റൈറീനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം സിന്തറ്റിക് പോളിമേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സിന്തറ്റിക് പോളിമേഴ്സിനെ കുറിച്ചൊക്കെയാണ്. അതുപോലെ നൈലോൺസ് ഓൾസോ എ സിന്തറ്റിക് പോളിമർ. ഓക്കെ, നമ്മുടെ റോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കയറുകളൊക്കെ ഇല്ലേ, അതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന നൈലോൺ എന്ന് പറയുന്നത് എന്താ? അതും ഒരു സിന്തറ്റിക് പോളിമറാണ്. അതുപോലെ തന്നെ ഈ നൈലോൺസൊക്കെ നമുക്ക് നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത ഏതായിരിക്കാം നമുക്ക് പറയുന്നത്? പോളിയെസ്റ്റർ. നമ്മൾ പോളിസ്റ്റർ മിക്സ് ആണോ എന്നൊക്കെ കടയിൽ പോയിട്ട് ചോദിക്കില്ല. നമ്മളൊരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ചോദിക്കും ഇത് കോട്ടൺ ആണോ, പ്യുവർ കോട്ടൺ ആണോ, അതേ പോളിസ്റ്റർ മിക്സ് ആണോ? അപ്പോൾ പോളിസ്റ്റർ എന്ന് അവിടെ ഉദ്ദേശിക്കുക പോളിയെസ്റ്റർ മിക്സ് ആണോ എന്നാണ്. അപ്പോൾ പോളിയെസ്റ്റർ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫൈബറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സിന്തറ്റിക് പോളിമേഴ്സ് പറയാൻ സാധിക്കും. ഈ ഫൈബറും പ്ലാസ്റ്റിക്സും എല്ലാം ഏതിൽപ്പെടുന്നതാണ്? പോളിമേഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഫൈബറിനെ കുറിച്ചും പ്ലാസ്റ്റിക്സിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറലായിട്ട് പോളിമർ എന്താണ്, പോളിമറിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞു വയ്ക്കുക. ഈ സിന്തറ്റിക് പോളിമേഴ്സിൽ വരുന്ന കുറച്ച് പേരാണ് ഫൈബേഴ്സും
അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സും. അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് ആർ man-made polymers that are prepared in laboratories. മെയിനായിട്ടും പെട്രോ കെമിക്കൽസിൽ നിന്നുമാണ് സിന്തറ്റിക് പോളിമേഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് തന്നെയാണ്, അതായത് പെട്രോ കെമിക്കൽസ്. അപ്പോൾ നമ്മൾ സാധാരണ സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പെട്രോ കെമിക്കൽസ് എന്നാണ്. ഓക്കെ, അപ്പോൾ പെട്രോളിനെ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ്, ആ കമ്പോണൻസിൽ നിന്നുമാണ് നമുക്ക് അവയെ മിക്സ് ചെയ്തിട്ടാണ് സിന്തറ്റിക് പോളിമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും റോ മെറ്റീരിയൽസ് ആർ പെട്രോ കെമിക്കൽസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആരുടെ? സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ റോ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അതാരായിരിക്കും? ടൈപ്പ് ഓഫ് പോളിമേഴ്സിലെ മൂന്നാമത്തേത് സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. ആരായിരിക്കും സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് നാച്ചുറൽ പോളിമേഴ്സാണ്. അതായത് നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സായ സെല്ലുലോസ് അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കാം പ്രോട്ടീൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ നമുക്ക് ലഭിക്കുന്ന പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി സിന്തസൈസ്ഡ് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ റബ്ബറിന് അൺഡിസൈറബിൾ ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്കത് വർക്ക് ചെയ്യാവുന്ന, അത് യൂസ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ റേഞ്ച് പോലും ഒന്ന് ആലോചിച്ചാൽ ഏതാണ്ട് 10 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ മാത്രമേ നമുക്ക് നാച്ചുറൽ റബ്ബർ നോർമലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. 10 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞാലും 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോയാലും അവിടെ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഈ പറയുന്ന നാച്ചുറൽ റബ്ബർ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല പല കേസുകളിലും, അല്ലെങ്കിൽ മെജോറിറ്റി കേസുകളിലും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? വൾക്കനൈസേഷൻ, അതായത് സൾഫർ ആഡ് ചെയ്ത് നാച്ചുറൽ റബ്ബർ നമ്മൾ ഹീറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ. അതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഈ വൾക്കനൈസ്ഡ് റബ്ബർ, that means sulfur added, when natural rubber is heated with sulfur, that process is called vulcanization, and that rubber is called vulcanized rubber. That vulcanized rubber is a semi-synthetic polymer. Okay, because natural rubber അല്ലെങ്കിൽ natural polymer ആയ റബ്ബറിൽ എന്താണ് കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തിയപ്പോൾ നമുക്ക് ലഭിച്ച പോളിമറാണ് വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ വൾക്കനൈസ്ഡ് റബ്ബർ അതൊരു സെമി സിന്തറ്റിക് പോളിമറാണ്. അല്ലെങ്കിൽ പിന്നെ സെല്ലുലോസ് അസറ്റേറ്റ്. സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പോളിമർ, അതിന് മോഡിഫിക്കേഷൻ വരുത്തി നമുക്ക് ലഭിച്ച കോമ്പൗണ്ടാണ് സെല്ലുലോസ് അസറ്റേറ്റ്. അതാണ് റയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സാണ്. അപ്പോൾ മോഡിഫൈഡ് നാച്ചുറൽ പോളിമേഴ്സ് ആർ കോൾഡ് എന്താണ്? അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഓഫ് നാച്ചുറൽ പോളിമേഴ്സ് ആർ കോൾഡ് നമുക്ക് പറയാം സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സം കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആർ occurs in that natural polymer, that is called the semi-synthetic polymer. അപ്പോൾ there are 3 types of polymers. One is natural polymer present in nature, that collected from plants and animals. Then second is synthetic polymers, especially prepared in laboratory from petrochemicals. Okay, synthetic polymers. And third one is semi-synthetic polymers. Modified natural polymers are called സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പോൾ ഓരോന്നിനും കുറച്ച് എക്സാമ്പിളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾസൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞു ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെയും നമ്മൾ ധാരാളം പോളിമേഴ്സ് കാണുന്നുണ്ട്. ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക് ബോത്ത് ആർ പോളിമേഴ്സ് ബിക്കോസ് ദേ കണ്ടെയ്ൻസ് റിപ്പീറ്റഡ് സ്മോളർ യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് സ്മോളർ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പോളിമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹൈ മോളിക്കുലാർ വെയിറ്റ് മാത്രം പോരാ, റിപ്പീറ്റഡ് സ്മോളർ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ? പോളിമർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുള്ളൂ. അപ്പോൾ ഫൈബേഴ്സും പ്ലാസ്റ്റിക്സും ഒക്കെ പോളിമർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ സിന്തറ്റിക് ഫൈബേഴ്സിനും അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമേഴ്സിനും എക്സാമ്പിൾസ് പഠിക്കാം. പിന്നെ സെമി സിന്തറ്റിക് പോളിമറാണ് വൾക്കനൈസ്ഡ് റബ്ബർ. അതുപോലെ തന്നെ ഏതാണ്? സെല്ലുലോസ് അസറ്റേറ്റ്. സെല്ലുലോസ് ഇസ് എ നാച്ചുറൽ പോളിമർ. ഓൺ മോഡിഫിക്കേഷൻ വി ഗെറ്റ് സെല്ലുലോസ് അസറ്റേറ്റ്, ദാറ്റ് ഇസ് കോമൺലി നോൺ ആസ് റയോൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുന്നത് ഫൈബേഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഫൈബർ എന്ന് പറയുന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസും എന്തായിരിക്കാം ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫൈബേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷർട്ടോ
ടീഷർട്ടോ അല്ലെങ്കിൽ പാൻസോ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസൊക്കെ എന്താണ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫാബ്രിക്സ്. അപ്പോൾ ഫാബ്രിക്സ് ആർ ഫ്രം എവിടെയാണ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ ഫിലമെൻറ്റ് ലൈക്ക് മെറ്റീരിയൽസ് ഓഫ് ക്ലോത്ത്സ് ആർ കോൾഡ് എന്താണ് ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ത്രെഡ് ലൈക്ക് സോളിഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലോത്ത്സിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? ഫൈബറാണ്. ഫൈബറിനെ ഫാബ്രിക്കാക്കി മാറ്റി ഫാബ്രിക്സ് നിന്ന് നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഫൈബേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുന്നതും പല ടൈപ്പാണ്. അതായത് ഏതൊക്കെയായിരിക്കാം? നമ്മൾ പോളിമറിനെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ഫൈബേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ ഫൈബേഴ്സ്, അതുപോലെ സിന്തറ്റിക് ഫൈബേഴ്സ്, പിന്നെ സെമി സിന്തറ്റിക് ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ഫൈബറിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? നാച്ചുറൽ ഫൈബർ. ഓക്കെ, നാച്ചുറൽ ഫൈബർ എന്ന് പറയുമ്പോൾ ദാറ്റ് കളക്റ്റഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമുക്ക് പറയാൻ സാധിക്കും. ദേ ആർ കളക്റ്റഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇവിടെ കുറച്ച് നാച്ചുറൽ ഫൈബേഴ്സിന് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഏതാണ്? കോട്ടൺ ആണ്. ഓക്കെ, കോട്ടൺ സീഡിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് കോട്ടൺ. അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ജൂട്ടാണ്. ജൂട്ട് പ്ലാന്റ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇതൊക്കെ നിങ്ങൾ ചണച്ചാക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആ പാക്കേജിങ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് അതിന് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ പാക്കേജിങ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജൂട്ട് ഫൈബേഴ്സ്. അതുപോലെ പിന്നത്തെ ഏതാണ്? ഈ പറഞ്ഞ ഷീപ്പിൽ നിന്നും അത് ആനിമൽസിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് വൂൾ. ഓക്കെ, അപ്പോൾ വൂള് ഒരു നാച്ചുറൽ ഫൈബറാണ്. അതുപോലെ പിന്നെ ഏതാണ്? സിൽക്ക് വേംസിൽ നിന്നും കളക്ട് ചെയ്യുന്ന സിൽക്ക് നാച്ചുറൽ ഫൈബറാണ്. അപ്പം നാച്ചുറൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കോട്ടൺ, പിന്നെ ജൂട്ട്, വൂൾ, ദെൻ സിൽക്ക്. മെയിനായിട്ടും 4 നാച്ചുറൽ ഫൈബേഴ്സാണ് നമ്മൾ കാണുക. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ ഈ ഒരു ഫിഗറൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നാച്ചുറൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഈ പേരുകൾ ഓർമ്മ വരും. കോട്ടൺ ഫ്രം കോട്ടൺ പ്ലാന്റ്സ്, ജൂട്ട് ഫ്രം ജൂട്ട് പ്ലാന്റ്സ്, ആൻഡ് ദെൻ വൂൾ ഫ്രം ഷീപ്പ്, ഫൈനലി സിൽക്ക് ഫ്രം സിൽക്ക് വേംസ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഫൈബേഴ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കോട്ടൺ ഷർട്ടുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിന് എളുപ്പം മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് സമ്മർ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള ഏരിയയിലൊക്കെ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയൽസാണ് നമുക്ക് എന്തിനോട് ഉപയോഗിക്കാൻ പറ്റുക? നമ്മുടെ ഈ പറഞ്ഞ ക്ലോത്തുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ കോട്ടൺ ഫൈബേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജൂട്ട് മെറ്റീരിയൽസ്, ജൂട്ടിൻ്റെ ബാഗൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ജൂട്ട് ബാഗൊക്കെ ഉണ്ട്. അതുപോലെ പാക്കേജിങ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഏതാണ്? വൂള്. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും വൂള് യൂസ് ചെയ്യുക. പിന്നെ സിൽക്ക്, എല്ലാവർക്കും അറിയാം. സിൽക്ക് സാരിയും അല്ലെങ്കിൽ സിൽക്ക് മെറ്റീരിയൽസൊക്കെ നിങ്ങൾ സിൽക്കിൻ്റെ ഷർട്ട്, സാരി അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈബേഴ്സ്. അപ്പോൾ ആ ക്ലോത്ത്സൊക്കെ ഉണ്ടാക്കുക ഈ നാച്ചുറൽ ഫൈബേഴ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കളക്റ്റഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ദാറ്റ് ഫൈബേഴ്സ് ആർ കോൾഡ്, ദാറ്റ് ത്രെഡ്സ് ആർ കോൾഡ് എന്തായിരിക്കാം? കോൾഡ് നാച്ചുറൽ ഫൈബേഴ്സ്. ഇനി രണ്ടാമത്തെ ആരാണ്? സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. ഓക്കെ, സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ മാൻമെയ്ഡ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ കെമിക്കൽ ലബോറട്ടറികളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈബേഴ്സാണ് എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് ഫൈബേഴ്സാണ്. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിന് എക്സാമ്പിളാണ് നൈലോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു റോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൈലോൺസ്, അല്ലെങ്കിൽ ഫിഷ് നെറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നൈലോൺസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തേതായിരിക്കാം പോളിയെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അതാണ് നമ്മൾ ക്ലോത്തിങ് മെറ്റീരിയൽസിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഫൈബറാണ് പോളിയെസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ഏതാണ്? അക്രിലിക് ഈസ് ഓൾസോ എ സിന്തറ്റിക് ഫൈബർ. പിന്നെ സ്പാൻഡെക്സ് അനദർ സിന്തറ്റിക് ഫൈബർ, കൊറോസിൽ, അങ്ങനെ പല സിന്തറ്റിക് ഫൈബേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നൈലോണുണ്ട്, പോളിയെസ്റ്റർ ഉണ്ട്, അക്രിലിക് ഫൈബറുണ്ട്, അതുപോലെ സ്പാൻഡെക്സ് ഉണ്ട്, പിന്നെ ഏതാണ്? കൊറോസിലുണ്ട്. അങ്ങനെ പല സിന്തറ്റിക് ഫൈബേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ സിന്തറ്റിക് ഫൈബേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറീസ്. ദേ ആർ മാൻമെയ്ഡ് ഓർ ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫൈബേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. നാച്ചുറൽ ഫൈബറിനെ അപേക്ഷിച്ച് സ്ട്രെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ എന്തായിരിക്കാം? അതിന് എലഗൻ ഫിനിഷ് ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽസിന്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഒരു കോട്ടൺ ഷർട്ടും അതുപോലെ തന്നെ ഏതാണ് ഒരു പോളിയെസ്റ്റർ ഷർട്ട് കൂടെ നിങ്ങളെടുത്ത് നന്നായിട്ട് ഒന്ന് ചുരുട്ടിക്കൂട്ടുക. അതിനുശേഷം വിടുത്ത് നോക്കി കഴിഞ്ഞാൽ കോട്ടൺ ഷർട്ടിൽ നിറയെ ചുളിവുകൾ കാണാൻ സാധിക്കും. പക്ഷേ എന്തായിരിക്കാം? ഈ പറയുന്ന നമ്മൾ എടുത്ത രണ്ടാമത്തെ സിന്തറ്റിക് ഫൈബർ ആയ
പോളിസ്റ്ററിൻ്റെ ഷർട്ടിൽ നമുക്ക് പറയാൻ സാധിക്കും കാര്യമായ ചുളിവുകൾ കാണാനില്ല. ഓക്കെ, അപ്പോൾ അതെന്താ റിങ്കിൾ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ അവിടെ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എന്തിലേക്ക് പോകും? ഒറിജിനൽ ഷേപ്പിലേക്ക് പോകുന്നു. അതായത് ഇലാസ്റ്റിക് നേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഏതെന്ന് പറയുന്നത് സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സിന്തറ്റിക് ഫൈബേഴ്സ് ദേ ആർ പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി, ദേ ആർ മാൻമെയ്ഡ്, ദേ ആർ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിന് എക്സാമ്പിൾ നൈലോൺ, പോളിയെസ്റ്റേഴ്സ്, അക്രിലിക്, സ്പാൻഡെക്സ് എക്സെട്ര. ഓക്കെ.